പാട്ടിന്റെ യൗവനത്തിനുള്ള സംസ്ഥാന അവാർഡ് 79ാമത് വയസ്സിൽ തനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലെന്ന് സംഗീത സംവിധായകനും ഗായകനുമായ PS വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. ചീമേനി ചെമ്പ്രക്കാനത്ത് പുതുതായി അനുവദിച്ച ഗ്രാമീണ വിഷ്വൽ ആൻഡ് ടെറാക്കോട്ട വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. മലയാളിക്ക് പ്രിയങ്കരനായ സംഗീത ചക്രവർത്തി വിദ്യാധരൻ മാസ്റ്റർ കണ്ണുനട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പുതോട്ടം കട്ടെടുത്തതാരാണ് എന്ന ഗാനം ആലപിച്ചതോടെ വേദിയിലും സദസ്സിലുമുള്ളവർ ഒരുപോലെ കരഘോഷം മുഴക്കി. പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിനിടയിലെ പഴയ കാലത്തെ പാട്ടോർമ്മകൾ ചീമേനി ചെമ്പ്രക്കാനത്തെ ചടങ്ങിനിടയിൽ വിദ്യാധരൻ മാസ്റ്റർ ഓർത്തെടുത്തു. മഹാനായ രാവിലെ 9:30 മണിക്ക് വന്ന് രാത്രി 7:30 മണിക്ക് കഴിഞ്ഞു 9 ടേക്ക്. അന്ന് ട്രാക്കില്ല, ഒരു ട്രാക്ക് മാറ്റി അടുത്ത ട്രാക്ക് യൂസ് ചെയ്യുക, അങ്ങനെ മൾട്ടി ട്രാക്ക് യൂസ് ചെയ്യുന്ന സമ്പ്രദായമില്ല. സ്ട്രെയിറ്റ് പാടാം, 2 ട്രാക്കുണ്ട്, ഒന്ന് വോയിസ് ഒന്ന് മ്യൂസിക്. ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു 40 ഓർക്കസ്ട്രയാണ് ഏതെങ്കിലും ഒരാൾ സ്കൂൾ വായിക്കുകയോ ഏതെങ്കിലും ഒരു കോഡ് തെറ്റി വീഴുകയോ ശ്രുതി പഴച്ചു വീഴുകയോ അപ്പോൾ ശ്രദ്ധയിച്ചു. എൻ്റെ ഗ്രാമം എന്ന സിനിമയ്ക്കായി അദ്ദേഹം ഈണമിട്ട കൽപ്പാന്തകാലത്തോളം കാതരേനിയൻ മുന്നിൽ എന്ന പാട്ടിനായി 9 തവണ ടേക്ക് എടുത്തത് അദ്ദേഹം എടുത്തു പറഞ്ഞു. യേശുദാസ് എന്ന അതുല്യ ഗായകൻ അന്ന് 2 ട്രാക്കുകളാണ് പാടിയതെന്നും 1 മ്യൂസിക് 2 പാട്ട് എന്നും ആ കാലമൊക്കെ മാറി ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ പുതിയ തലമുറയ്ക്ക് ഏറെ എളുപ്പമാക്കി മാറ്റിയതായി അദ്ദേഹം പറഞ്ഞു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.